ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല്. ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ ഒരു വിശ്വകർമ്മ കുലം ഭഗവാന്റെ മുമ്പേ സമർപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു ആചാരമാണ്. ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തിയിട്ടാണ് ശ്രീപത്മനാഭസ്വാമിക്ക് തിരുവോണ ദിവസം അതിരാവിലെ 4-നും 6-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ സമർപ്പിക്കാൻ വേണ്ടി കുടുംബത്തിലെ അംഗങ്ങൾ കൊണ്ടുപോകുന്നു. വിശ്വകർമാവിന്റെ അനുചരന്മാർ കാലാകാലങ്ങളിൽ ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കുന്നത്. ഇതാണ് പള്ളിവില്ലെന്ന ഓണവിൽ. വളരെ പ്രസിദ്ധിയോടുകൂടി തയ്യാറാക്കിയെടുക്കുന്ന ഒന്നാണ് ഈ പള്ളിവില്ലെന്ന ഓണവിൽ. മരം മുറിക്കുന്ന മുതൽ ഭഗവാന് സമർപ്പിക്കുന്നതുവരെയുള്ള ഒരു ചിട്ടയും നിഷ്ഠയും ഞങ്ങൾ പാരമ്പര്യമായിട്ട് പകർന്നു തന്ന ഒന്നാണ്. തലമുറയായിട്ട് ഞങ്ങളത് ആചരിച്ചു വരുന്നു. തിരുവോണ ദിവസം അതിരാവിലെ 4 മണിക്ക് ക്ഷേത്രത്തിൽ ഘോഷയാത്രയായിട്ടാണ് ഈ വില്ലുകൾ കൊണ്ടുപോകും. ഞങ്ങൾ ഇവിടുന്ന് 12 വില്ലുകൾ കൊണ്ടുപോയി നാമജപത്തോടുകൂടി അവിടെ നിൽക്കുമ്പോൾ ശ്രീകോവിലിൽ നിന്നും ദീപം തെളിയിച്ചുകൊണ്ട് പാണി വിളക്കായിട്ട് അവിടുത്തെ ജീവനക്കാർ വായ്ക്കുരവയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി ഓണക്കോടിയുമായിട്ടാണ് അവർ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വരും. ആദ്യത്തെ ദർശനം ഈ കുടുംബത്തിലെ കലാകാരന്മാരായ അംഗങ്ങൾക്കാണ്. അതിനുശേഷം ആണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ പോലും ഓണവില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടി വരും. തിരുവോണം, അവിട്ടം, ചതയം 3 ദിവസം ഈ വില്ലുകൾ അതാത് വിഗ്രഹങ്ങളിൽ ചാർത്തിയിരിക്കും.